അടുത്തത് ചിങ്ങക്കൂറാണ്. മകം, പൂരം, ഉത്രത്തിൽക്കാല് ഇവരാണ് ചിങ്ങക്കൂറിൽ വരുന്നത്. 6-ാം ഭാവത്തിൽ ചതുർഗ്രഹ യോഗം വരുന്നുണ്ട്. 11-ൽ വ്യാഴമാണ്. ഇവർക്ക് കടങ്ങളൊക്കെ തീർക്കാനുള്ള ഒരു കാലഘട്ടമാണ്. അവർക്ക് മുൻപ് ഉണ്ടായിരുന്ന ചില കടങ്ങളൊക്കെ അവർക്ക് ഇപ്പോൾ അത് തീർക്കാനുള്ള ഒരു കാലഘട്ടം അഥവാ അതിനുള്ള അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. ജോലി സംബന്ധമായിട്ടുള്ള കുറച്ച് കൂടുതൽ തിരക്കും ഒക്കെ ഉണ്ടാകും. എന്നാൽ അവർ മത്സരത്തോടു കൂടിയുള്ള ജോലിയോ അഥവാ ബിസിനസ്സോ ഒക്കെയുള്ള സ്ഥാനത്ത് തൻ്റെ ശത്രുക്കളുടെ മേലിൽ വിജയം കൈവരിച്ച് അതിലൂടെ എക്സൽ ചെയ്യാനുള്ള ഒരു കാലവും കൂടെയാണ് എന്ന് പറയേണ്ടതാണ്. ആരോഗ്യപരമായിട്ട് അണുബാധയുണ്ടാകാം. ശരീര സംബന്ധമായിട്ട് ചില ജ്വരം, പനി മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാനും അതുമൂലം ഉണ്ടാകുന്ന ക്ഷീണവും ഒക്കെ അനുഭവിക്കാൻ യോഗം ഉണ്ട്. കുടുംബത്തിൽ ചെറിയ അസ്വസ്ഥതകളും ഒക്കെ ഉണ്ടാവും. അത് അവനവൻ്റെ മാനസികമായിട്ടുള്ള ക്ഷമ പാലിക്കൽ കൂടെയാണ് ആ ഒരു കുടുംബാന്തരീക്ഷം സമാധാനത്തോടു കൂടി നിലനിർത്തേണ്ടത് അവനവൻ്റെ കടമയായിട്ട് മനസ്സിലാക്കുക. അവരവരുടെ വാക്കുകൊണ്ടും ഒക്കെയാണ് ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതായിട്ട് കാണുന്നത്. ഇവർക്ക് പരിഹാരം എന്നുള്ളതിലേക്ക് ഗണപതി പൂജ അഥവാ ഗണപതിയെ ഭജിക്കുക, ഗണപതി മന്ത്രം ജപിക്കുക, ഗണപതയേ നമഃ എന്ന് ജപിക്കുക. അതുപോലെ കേതവേ നമഃ, കേതു ലഗ്നത്തിൽ കേതുവാണ്, കേതവേ നമഃ എന്ന് ജപിക്കുകയും നല്ല ഫലങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അവർക്ക് ഭൈരവനെ എന്നുള്ള നിലയ്ക്ക് ശ്വാനന്, പട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്നതും ഒക്കെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകുന്നതാണ്.